അവധി ആഘോഷിക്കാൻ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും നാട്ടിലേക്കുമൊക്കെയാണ് സാധാരണയായി ഗൾഫിലെ പ്രവാസികൾ പോകാറുള്ളത്. പക്ഷേ ഇത്തരത്തിലുള്ള യാത്രകളൊക്കെ മാറ്റിവെച്ച ചിലരുണ്ട് UAE-യിൽ. പല കുടുംബങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഒരിടത്ത് ബലിപെരുന്നാൾ അവധി ആഘോഷിച്ചവർ. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. പല കുടുംബങ്ങൾ ഒത്തുകൂടുമ്പോൾ കൂടുതൽ ഇമ്പമുണ്ടാകും. പകലും രാവും നിറഞ്ഞതാകും ആഘോഷം. ഉറ്റവരെ പിരിഞ്ഞ് അണുകുടുംബങ്ങളായി മറുനാട്ടിൽ കഴിയുമ്പോൾ താങ്ങും തണലുമായി ഉണ്ടാകുക കുറെ സൗഹൃദങ്ങളാണ്. ഈ സൗഹൃദത്തിന്റെ തണലിലാണ് കുറെ കുടുംബങ്ങൾ ഇങ്ങനെ ഒത്തുകൂടിയത്. ദുബായിലും ഷാർജയിലുമുള്ള 10ഓളം പ്രവാസി കുടുംബങ്ങൾ ചേർന്നാണ് ബലിപെരുന്നാൾ ആഘോഷത്തിന് ഇങ്ങനെയൊരു ഇടം തെരഞ്ഞെടുത്തത്. ഷാർജയിലെ മരുപ്രദേശമായ ദെയ്ദിലെ ഫാം ഹൗസിൽ. നല്ലൊരു അനുഭവമാണ്. നമ്മള് ഒറ്റയ്ക്ക് താമസിക്കും കിട്ടുന്ന ആ ഒരു ഇതൊന്നുമല്ല. അപ്പൊ എല്ലാവരും കൂടിയാകുമ്പോൾ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു സ്ട്രെസ് റിലീഫും കൂടിയാണ്. എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യാനും കളിക്കാനും. അപ്പം നമ്മൾ ഫ്ലാറ്റിലല്ലേ താമസിക്കുന്നത്, അപ്പം അതിൻ്റെതായ ഒരു ഇതുണ്ടല്ലോ. ഇപ്പം ഇവിടെയൊക്കെ ആകുമ്പോൾ നാട്ടിലത്തെ ഒരു ഫീലാണ്. കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ നല്ലൊരു അനുഭവമാണ്. ബലിപെരുന്നാൾ ദിനത്തിൽ ഉച്ചയോടെയായിരുന്നു യാത്ര. ഭക്ഷണ സാധനങ്ങളും കളിക്കാനും കുളിക്കാനും ഉറങ്ങാനുമുള്ള സാധനങ്ങളുമെല്ലാമായി ഒരാവേശ യാത്ര. കുട്ടികളും മുതിർന്നവരുമെല്ലാമായി 40ഓളം പേരുണ്ടായിരുന്നു സംഘത്തിൽ. ക്രിക്കറ്റും ഫുട്ബോളും ഊഞ്ഞാലാട്ടവും ബലൂൺ പൊട്ടിക്കലുമെല്ലാമായി മുതിർന്നവർ കുട്ടികളായി മാറിയ ആഘോഷം. കുട്ടികൾക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കളികളും മത്സരങ്ങളും വേറെ. പ്രവാസത്തിന്റെ പ്രാരാബ്ധങ്ങളും പ്രായത്തിന്റെ വേർതിരിവുകളുമില്ല. എല്ലാവരും ഒരേ വൈബിൽ ആഘോഷം പൊടിപൊടിച്ചു. അതായത് നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി ഒറ്റയ്ക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അതിൻ്റെ ഒരു രസമില്ല. ഇതിപ്പോൾ നമ്മൾ അടുത്തുള്ള എല്ലാ ഫ്രണ്ട്സും കൂടി ഒരു കൂടുമ്പോൾ ഉള്ള ഇമ്പം എന്ന് പറയുന്നത് ഒരു വേറെ ഇതാണ്. 2 ദിവസമാണെങ്കിലും നമുക്ക് ഒരു കൊല്ലത്തേക്കുള്ള മെമ്മറി ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. നമുക്ക് എല്ലാവരും കൂടിയുള്ള ഒരു കുറേ ചിരിക്കാനും പറ്റി, എല്ലാ ടെൻഷൻസിൽ നിന്നും മാറി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മത്സരങ്ങൾക്കും ആഘോഷങ്ങൾക്കും കൂടുതൽ സമയം കിട്ടണമെന്ന് യാത്രയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ തീരുമാനിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ സാധാരണ ക്യാമ്പുകളിൽ കാണാറുള്ളതുപോലെ പാചകം, ചിക്കൻ ചുടൽ തുടങ്ങിയ കലാപരിപാടികളെല്ലാം ഒഴിവാക്കി. ഭക്ഷണം ഹോട്ടലിൽ നിന്ന്, വീടുകളിൽ പാകം ചെയ്ത ഭക്ഷണം കൊണ്ടുവന്ന് വേമ്പൊടി ചേർത്ത് ചൂടാക്കി രുചിയോടെ എല്ലാവരും ആസ്വദിച്ചു. ഇവിടെ എല്ലായിടത്തും ഒരുമിച്ച് കൊല്ലത്തിലൊരിക്കലെങ്കിലും ഒത്തൊരുമിക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തമ്മിൽ വർത്താനം പറയാനും നാട്ടിലെ കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യാനും പിന്നെ കുട്ടികൾ തമ്മിലൊരു ഇൻട്രാക്ഷനും. എല്ലാവരും ഇവിടെ ഒരു ന്യൂക്ലിയസ് ഫാമിലി അല്ലേ, തമ്മിൽ കാണലൊക്കെ വളരെ കുറവും. എല്ലാവരും ബിസിയാണ് അവരുടെ ലൈഫിൽ. പിന്നെ ഇവിടെ മുടക്കുകളുടെ എണ്ണം നോക്കുക വെച്ചാൽ ഇന്ത്യനെ കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. അപ്പോൾ കിട്ടുന്നത് നമ്മൾ മാക്സിമം ആഘോഷിക്കുക. അതാണ് ഇതിൻ്റെ ഒരു ബ്യൂട്ടി. ഘോഷാദികൾ കൊണ്ടുവാ, ഓഹോ കൊണ്ടുവാ, കുമ്പെട് തകിൽ കുളമ്പെട്. നല്ല വൈബ്, ഒരു അടിപൊളിയായിട്ട്. അത് വലിയവർക്ക് മാത്രമല്ല, കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും. അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അതുപോലെ പുറത്തുള്ള വൈബും എല്ലാം, അതുപോലെ ഈവൻ ഇൻസൈഡും എല്ലാം അടിപൊളിയായിരുന്നു. എസ്പെഷ്യലി സ്വിമ്മിംഗ് പൂളൊക്കെ എന്താ പറയുക, നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ മറ്റുള്ള ഗെയിംസുകൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി. ഈവൻ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ഗെയിംസ് ഒരുമിച്ച് നമുക്ക് നന്നായി ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കൂട്ടായ്മയിൽ ഇങ്ങനെ വന്നപ്പോൾ ഈ ഒരു ഇതോട് കൂടിയിട്ട് കൂടുതൽ ഇൻട്രാക്ഷൻസും കാര്യങ്ങളും എല്ലാം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ ഈ ഒരു 2 ദിവസം ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ കിഡുമായിരുന്നു, അടിച്ചു പൊളിച്ച്, വേറെ ഒരു വാക്കുകളും ഇല്ല. പല നാടുകളിൽ പല സാഹചര്യങ്ങളിൽ വളർന്നവർ, പല സ്വപ്നങ്ങൾ മനസ്സിലുള്ളവർ. പക്ഷേ അപൂർവമായി കിട്ടുന്ന അവധി ദിനങ്ങൾ ഇങ്ങനെ ചെലവിടുമ്പോൾ
സാഹോദര്യവും സ്നേഹവും എന്ന പെരുന്നാളിന്റെ വലിയ സന്ദേശം കൂടി ഇതിലുണ്ട്. ആദ്യമുണ്ടായിരുന്ന അപരിചിതത്വവും ആശങ്കയുമൊക്കെ ആഘോഷം കൊട്ടിക്കയറിയപ്പോൾ നേർത്ത് ഇല്ലാതായി. നമ്മൾ പലരും പല രീതിയിൽ നിന്ന് വരുന്നവരാണ്, പല ഡിസ്ട്രിക്റ്റിൽ നിന്ന് വരുന്നവരാണ്. അപ്പോൾ ഒരു ജെല്ലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഫസ്റ്റ് ആയിട്ട് കാണുമ്പോൾ ആ ഒരു തുടക്കത്തെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു. അതിന് ഉത്തമ ഉദാഹരണമായിരുന്നു ഇന്നലത്തെ. കാരണം ഇനീഷ്യലി നമുക്ക് പല ട്രബിൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും അവസാനം ആ ഒരു പാഠം നിർത്താത്തൊരവസ്ഥയിലേക്ക് എത്തി, കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരുന്നു. അതിൻ്റെ കാണിക്കുന്നത് നമ്മളുടെ ആ ഒരു എന്താ പറയുക ഒത്തുമയുടെ ഒരു ഭാഗമാണ്. കാരണം ഇങ്ങനത്തെ ഒരു ഗാദറിങ്ങും നമ്മളുടെ ടീമിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ജെല്ലിങ് കൂട്ടാണ് ചെയ്യുന്നത്. രാവൊന്ന് പുലരുമ്പോഴേക്കും എല്ലാവരും, എല്ലാ കുടുംബങ്ങളും ചേർന്ന് ഒരൊറ്റ കുടുംബമായി. മനുഷ്യർക്ക് എത്ര പെട്ടെന്ന് ഇത്രത്തോളം അടുക്കാൻ കഴിയുമെന്ന് അത്ഭുതപ്പെട്ടു. മനസ്സു നിറഞ്ഞാണ് ഓരോരുത്തരും മടങ്ങിയത്. ഏത് വിനോദസഞ്ചാര കേന്ദ്രത്തിൽ പോയാലും ഇത്രത്തോളം സന്തോഷവും സമാധാനവും ഇഴയടുപ്പമുള്ള സൗഹൃദങ്ങളും ലഭിക്കില്ല. അതുകൊണ്ടാണ് ഒരൊത്തുചേരലിനായി ഇനിയും ഇവർ കാത്തിരിക്കുന്നത്.